നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതാ എന്റെ ജീവിതം. ഈ രഹസ്യം മാത്രമാണ് എന്റെ ജീവിതം. ഇവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സ് കീഴടക്കണം. അങ്ങനെ വരുണിന്റെ മനസ്സിലേക്ക് കയറാൻ പറ്റും. എന്നിട്ട് വേണം എന്റെ സ്വപ്നങ്ങൾ ഓരോന്നായി നടത്തിയെടുക്കാൻ. അയ്യോ അയ്യോ, എന്തു പറ്റി മോളെ? അച്ഛനെ അമ്മ ഓർത്തപ്പോ പെട്ടെന്ന് കൈ തട്ടിപ്പോയി. സൂക്ഷിക്കണ്ടേ? കാണിച്ചേ. കുഴപ്പമൊന്നുമില്ല. എന്തോ ചേട്ടത്തി? ചായ ഇറക്കാൻ നോക്കുമ്പോ മോളുടെ കൈ ഒന്ന് പാത്രത്തിൽ തട്ടി. അതൊന്നും ശീലമില്ലായിരിക്കും. എന്തിനാ എടുത്ത് വെറുതെ നിർബന്ധിക്കുന്നത്? ആര് നിർബന്ധിച്ചു? ഞാൻ വരുമ്പോ കുളിയും കഴിഞ്ഞ് കുറിയും തൊട്ട് മോളെ അടുക്കളയിൽ നിൽക്കുക. ഇങ്ങനെയുള്ള കാഴ്ച തന്നെ ഒരു ഐശ്വര്യം. കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളുടെ ലക്ഷണം. ഇതിനു മുൻപ് പല സ്ഥലങ്ങളിൽ ഇതൊക്കെ കണ്ടിട്ടുള്ളതാ. പുത്തനച്ചി പൊരുപ്പുറം തൂക്കുന്നല്ലേ ചൊല്ല്. 3-4 ദിവസം കഴിയുമ്പോ അറിയാം ഇതിന്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താന്ന്. നല്ലത് കണ്ടാലേ അത് അംഗീകരിക്കണം. ഓ, നമ്മളെ വരുണിനുണ്ടേ കൊടുക്ക. ശരി അമ്മ. ഇക്കാലത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടുക എന്ന് പറയുന്നതേ ഒരു ഭാഗ്യോ. വരുണിന്റെ കണ്ടെത്തല് വെറുതെ ആയില്ല. അതെ അതെ, കണ്ടെത്തലിന്റെ മിടുക്കാണല്ലോ ഇന്നലെ രാത്രി മുഴുവൻ അവൻ ഇവിടെ കാണിച്ചു കൂട്ടിയത്. മിക്കവാറും ഏട്ടത്തിയുടെ ഐശ്വര്യമുള്ള കുട്ടിയെ ഇന്ന് തന്നെ അവൻ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന തോന്നുന്നത്. ഇന്നലെ അവൻ എന്തോ തെറ്റുപറ്റി. അത് തിരുത്തി കൊടുക്കേണ്ടത് നമ്മൾ മുതിർന്നവരല്ലേ? പ്രിയങ്ക മോളെ പോലെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കും കഴിയില്ല. അമ്മ കൂടുതൽ അവളെ അങ്ങ് തലയിക്കേറ്റി വെക്കണ്ട. കുറച്ചു കഴിയുമ്പോഴേ അഹങ്കാരം തുടങ്ങും. ആ, അഹങ്കാരം ആർക്കാണെന്നൊക്കെ എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ദാ ഇപ്പോ രണ്ടാളും ചായ കുടിക്കും. ദാ അവള് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലോ. ആ, അവള് തുടങ്ങി. നമ്മള് തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.